ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ ചായയൊക്കെ ഇട്ടു, ഇത് കുടിച്ചു. പിന്നെ മോളിവിടെ എക്സസൈസൊക്കെ ചെയ്യുവാണ്. പിന്നെ അവൾ കുറച്ച് എക്സസൈസൊക്കെ ചെയ്തു. അത് കഴിഞ്ഞു മോന് ആണെങ്കിൽ ജിമ്മിൽ പോകാനായിട്ട് ധൃതി വെച്ച്. അന്നേരം കൊണ്ട് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞൊരു പുതിയ റെസിപ്പി ഉണ്ടാക്കി പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. ഇതിനായിട്ട് ഞാനൊരു ഗ്ലാസ് പച്ചരി, പിന്നെ 2 മുട്ട നല്ലപോലെ അരച്ച് ഇച്ചിരി ഉപ്പൂടിട്ട് അരിച്ചെടുക്കണം. അത് നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കേണ്ട, എളുപ്പമായി കിട്ടും. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ഇത് റെസിപ്പിയാണ്. ഇത് റെസിപ്പി വേണമെങ്കിൽ ആരെങ്കിലും ഒന്ന് പറയണേ, കമൻ്റ് ഇട്ടാൽ മതി. ഞാനിത് ഫുൾ റെസിപ്പി ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ വെള്ളക്കടല ആയിരുന്നു ഇന്ന് വെള്ളത്തിയിട്ടെടുത്ത് ഞാൻ കറി വെച്ചു. അന്നേരം അതും കുട്ടി കഴിക്കാമല്ലോ. ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. ഈ കിലാഞ്ചിയും പിന്നെ കടലക്കറിയും കുട്ടിയും കഴിക്കാം. അവരിത് വേറെ പാല് ഒഴിച്ചാണ് കഴിക്കുന്നത്. പക്ഷേ എനിക്കിത് കടലക്കറി കുട്ടി കഴിക്കാനായിരുന്നു ഇഷ്ടം. അത് കഴിഞ്ഞ് ഞാൻ ഉച്ചക്കലത്തേക്ക് ഇച്ചിരി മെഴുക്ക് പുരട്ടി, ക്യാരറ്റും കിഴങ്ങും ഒന്ന് മെഴുക്ക് പുരട്ടി. പിന്നെ ഉച്ചക്കലത്തേക്ക് കുറച്ച് ബീഫ് മേടിച്ചായിരുന്നു. അതിനായിട്ട് ഞാൻ 2-3 സവാള ഇത് നല്ലതായിട്ട് അരിഞ്ഞ് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചു. പിന്നെ ഒരു കടായി എടുത്ത് കടുക് പൊട്ടിച്ചു, സവാളയൊക്കെ ഇട്ട് ഒന്ന് വഴറ്റാനായിട്ട് വെച്ചു. അന്നേരം കൊണ്ട് നോക്കിയപ്പം ബീഫ് വലിയ കഷ്ണമായിരുന്നു. പിന്നെ ഞാൻ അത് ചെറുതായിട്ട് ഞുറുക്കി കഴുകി വാരി അതിൻ്റെ വെള്ളമൊക്കെ പോകാൻ വേണ്ടി കുറച്ച് നേരം അത് ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് അന്നേരം കൊണ്ട് ഞാൻ കുറച്ച് ഇതിനെ മസാല ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് പെരുംജീരകവും പിന്നെ പട്ടയും, ഇത് ജാതിക്കയാണ്, കൊച്ചൊരു കഷ്ണം ജാതിക്ക ഇടും ഞാൻ. അത് കഴിഞ്ഞ് പച്ചമുളകൊക്കെ ചേർത്ത് അന്നേരം കൊണ്ട് മോൾ കറിവേപ്പിലൊക്കെ കൊണ്ടുവന്നു. അതൊക്കെ ചേർത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത് ചതച്ചതും ഒക്കെ ചേർത്ത് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുത്തു. ഇതിൻ്റെയൊക്കെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി നല്ലപോലെ ഇതൊന്ന് മൂത്ത് വരണം. പിന്നെ ഞാൻ കറിവേപ്പില കൂടെ ഇട്ടു. അതിൻ്റെ കൂടെ മസാലപ്പൊടിയായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്തു. ഗരം മസാല ഞാൻ നേരത്തെ ചേർത്തായിരുന്നല്ലോ. പിന്നെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്തു. തക്കാളി ഞാൻ ചെറുതായിട്ട് ഇത് അരച്ചാണ് ചേർക്കുന്നത്. പിന്നെ ഞാനിവിടെ ബീഫൊക്കെ കഴുകി വാരി വെച്ചത് ഞാൻ ഇതിനകത്ത് ചേർത്തു. കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് നല്ലപോലെ വഴറ്റി ഞാനിത് കുക്കറിനകത്ത് വേവാൻ വേണ്ടി വെച്ചു. 5-6 വിസിലായപ്പം ഇത് നല്ലപോലെ വെന്ത് കിട്ടി. പിന്നെ ഇത് നല്ലപോലെ സോഫ്റ്റായിട്ട് വെന്തായിരുന്നു. ഞാനിത് ചോറിനായിട്ട് വേറൊരു പാത്രത്തിൽ ഇതിങ്ങനെ വിളമ്പി വെച്ചു. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഇതിൻ്റെ കൂടെ ഒരു സലാഡ് കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കുക്കുംബറും പിന്നെ ക്യാരറ്റും സവാളയും അരിഞ്ഞ് കുറച്ച് ഉപ്പൊക്കെ ചേർത്തു ഒരു സലാഡാക്കി. നോൺ വെജൊക്കെ കഴിക്കുമ്പം അതിന് കൂടെ ഒരു സലാഡൊക്കെ കഴിക്കുന്നത് നല്ലതാണല്ലോ. പിന്നെ ഞാൻ കുറച്ച് ചോറൊക്കെ വിളമ്പി ബീഫും കൂട്ടി ഇത് കഴിച്ചു. പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ ബീഫ് കറി ഉണ്ടെങ്കിൽ പിന്നെ അതാണ് ഇഷ്ടം. പിന്നെ അത് കഴിഞ്ഞു അന്നേരം ഉച്ചയ്ക്ക് ചോറുമൊക്കെ കഴിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പം ചായയുടെ കൂടെ ഞങ്ങൾക്ക് മുളക് ബജി മുട്ട പപ്സും കഴിച്ചു. അത് കഴിഞ്ഞു ഒരിടത്ത് വരെ അത്യാവശ്യമായിട്ട് പോകാനുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ പോയി. പിന്നെ വഴിയൊക്കെ ഭയങ്കര മഴയായിരുന്നു. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ എളുപ്പം പോയിട്ടിങ്ങി വന്നു. പിന്നെ അവിടെ വൈകുന്നേരത്തിന് മുന്നേ വന്നു. അത് കഴിഞ്ഞു രാത്രിയായപ്പം മോന് ബീഫ് കറിയും ബ്രെഡും മതിയെന്ന് പറഞ്ഞു. അന്നേരം ബീഫ് ചാറായിരുന്നു കൂടുതലുള്ളത്. പിന്നെ മോക്ക് ചപ്പാത്തിയും കറിയും കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സലാഡ് വൈകുന്നേരം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. വേറെ ഒരു പുതിയ വീഡിയോയിലേക്കായിട്ട് കാണാം. ഓക്കെ.